ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. അയ്യേ സർക്കാർ ആണോ വേണ്ടേ? ഹലോ മച്ചന്മാരെ, പാകോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി കക്ക ഫ്രൈ ആണ്. അപ്പോൾ ഇത് ഒരു 5 കിലോ കക്ക കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിനെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കക്ക ഒന്ന് നല്ലപോലെ കഴുകിയെടുക്കാം. വെള്ളം ഒഴിച്ച് നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. പതി ഒഴിക്കോ. അതായത് നല്ല അതിൻ്റെ ആ ഉളുമ്പൊക്കെ ഉണ്ടാകും ഗൈസ്. അതെല്ലാം കളഞ്ഞ് നല്ലപോലെ നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഒരു 3-4 തവണ കഴിയാലേ ഇതിനകത്ത് കല്ലും മണ്ണും എല്ലാം പോകും. അതാ നല്ല അഴുക്കുള്ള സാധനമാണിത്. അങ്ങോട്ട് ഞെക്കി തിരിഞ്ഞ് അങ്ങോട്ട് എടുക്കുക. ഈ പുള്ളിക്കാരനെ കൊണ്ട് ഭയങ്കര ശല്യമായിട്ടോ. എടുക്കാൻ സമ്മതിക്കത്തില്ല. അതാ അങ്ങ് അലപ്രയാണ്. എന്തോ ചെയ്യാൻ പറ്റും. കല്ലും മണ്ണും എല്ലാം ഉണ്ടല്ലേ. എൻ്റെ പക്ഷെ പെട്ടെന്ന് കഴുകി എടുത്തു. കുറേ നേരമായല്ലേ. അതിലെല്ലാം ഓരോരോ പൊടികളാണ് ഗൈസ്. കണ്ടോ? രണ്ടാമത്തെ കഴുകലാണ് ഗൈസ്. കംപ്ലീറ്റ് ഓരോരോ വേസ്റ്റും പൊടിയൊക്കെ ഇതിനകത്ത് നിന്ന് ഇങ്ങനെ അഴുക്ക് വന്നുകൊണ്ടേയിരിക്കും. ഓരോ കഴുക്ക് കഴിയുന്നവരും അഴുക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ കഴുകിയ കക്ക നമുക്ക് ഉപ്പും ശകലം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് കുക്കറിലിട്ട് 2-3 വിസിൽ കൊടുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അതിൽ ഈ അഴുക്കെല്ലാം അങ്ങ് പോകും. നമുക്ക് വെന്ത് അങ്ങനെ വല്ലാണ്ടാവുമൊന്നും വേണ്ട. പക്ഷേ ചെറുതായിട്ടൊന്ന് തിളച്ച് ഒരു 1-2 വിസിൽ വരുമ്പോഴത്തേനും ഇതിൻ്റെ അതിലെ മൊത്തം അഴുക്കും ഇളകിപ്പോകും. അതാ 2 കുക്കറിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം. കുക്കറുണ്ട്, പക്ഷേ കുക്കർ എവിടെയോ വെച്ചിട്ടുണ്ട്, കാണുന്നില്ല. അപ്പോൾ നമ്മൾ പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾക്കിനി നമ്മുടെ കക്ക ഫ്രൈക്കുള്ള പരിപാടി ആരംഭിക്കാം. ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല വെയിലാണ്. വെയിലിൻ്റെ ചൂടുള്ളതുകൊണ്ട് എണ്ണയൊക്കെ ഇപ്പോഴേ ചൂടാണ്. എടുത്തോ, തിളച്ചു വെട്ടെ. ആദ്യം നമ്മൾ കറുകാപ്പട്ട, കുരുമുളക് സാധനങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കേട്ടോ? അത് കഴിഞ്ഞ് അതിനൊന്ന് ചൂട് പിടിച്ച് വരുമ്പോഴത്തേന് നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തിൻ്റെ വിധം ഒന്ന് മാറി വരുമ്പോഴത്തേന് നമുക്ക് അടുത്ത തട്ടി കൊടുക്കാം. അടുത്തത് പച്ചമുളക് തട്ടി കൊടുക്കാം. പച്ചമുളക് പൊടി മാറിക്കുമോ എല്ലാവരും? ഞാൻ എടുത്ത് കണ്ട് തോട്ടിച്ചേർന്ന്. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ ഇഞ്ചി കണ്ടോ? ഇഞ്ചി നമ്മുടെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചാൽ തട്ടി കൊടുക്കാം. നല്ലപോലെ നന്നായി കൊടുക്കാം. ഇതിൻ്റെയൊക്കെ കളറൊക്കെ അങ്ങോട്ട് മാറി വരുമ്പോഴത്തേന് കൊച്ചുള്ളി തട്ടി കൊടുക്കുക. ചടുപിടേന്ന് സംഭവം. ഇനി സവാള തട്ടി കൊടുക്കാം. കൊച്ചുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവാള തട്ടി കൊടുക്കാം. മാറ്റിയത് അഖിൽമോൻ മതി വേപ്പിലൈ എക്കോ അടങ്ങ
നല്ലപോലെ ഒന്ന് കളറ് മാറും. അപ്പോൾ നമ്മൾ പൊടിയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, ഗരം മസാല, കുരുമുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ വേറെ കക്ക വേവിച്ചെടുത്തപ്പോൾ അതിനകത്ത് ഇട്ടായിരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ അങ്ങോട്ട് തട്ടി കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, എല്ലാ സാധനങ്ങളോടും അങ്ങോട്ട് തട്ടി കൊടുക്കുക. എല്ലാ സംവിധാനം തട്ടി കൊടുക്കുക. ഇനി കക്ക എടുത്തോ. കക്ക എടുത്തോ. ഇങ്ങനെടുത്തോ. നല്ലപോലെ മൂത്ത പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേന് പച്ചമണം മാറിക്കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ വേണ്ട നമ്മുടെ കക്ക തട്ടി കൊടുക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മളിത് വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക നമ്മൾ വേവിച്ചെടുത്ത് അതിൻ്റെ ആ ഉളുമ്പ് മണമൊക്കെ അങ്ങ് പോകാൻ വേണ്ടിയാണ്. അല്ല എത്ര കഴിയാലും ഉളുമ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ കക്കക്കുട്ടന്മാരെ തട്ടി കൊടുക്കുകയാണ് ഗൈസ്. കക്ക വ്യക്തമാണ്. അതിനൊരു നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അതെങ്ങനെ തുണി പോലും എടുത്തു നല്ല പിടിക്കാൻ പറ്റുമോ? എല്ലാം പിടിക്കുന്നു. കടുപടി പൊട്ടുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാം ഗൈസ്. ഇനി ഇവിടെ കിടന്ന് പെതിയെ കളറൊക്കെ മാറി ഫ്രൈ ആയിട്ട് വരണം. അതുവരെ നമുക്കിങ്ങനെ ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ്. ആവശ്യത്തിന് ഉപ്പ് ഇളക്കിയത് നമ്മളെ ആണോ? പ്രഷറുള്ള ആൾക്കാരുള്ളത് കൊണ്ട് ഉപ്പ് ലേശം കുറച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മുടെ കക്ക തേണ്ട അത്യാവശ്യം കറുത്ത് നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി കുറച്ച് നേരം കൂടെ വന്നിരുന്നാൽ നമ്മുടെ ആ എണ്ണയെല്ലാം നല്ലപോലെ ഇതിനകത്ത് പിടിച്ച് നല്ലപോലെ പരുവായി വന്നിട്ടുണ്ട്. നമുക്ക് എന്നാലും 2 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്നുകൂടെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ കക്ക ഫ്രൈ നല്ല അടിപൊളിയായിട്ട്. ക്യാമറമാൻ അയ്യേ സർക്കാർ കണ്ടോ? വേണ്ടേ? നല്ല കിടിലൻ കക്ക ഫ്രൈ. എല്ലാവരും വാങ്ങേ. അടുത്ത കോപ്പി റൈറ്റ് നമ്മളിത് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ആ പാട്ട് ഒന്നുകൂടെ ഒന്ന് പാടിക്കേ. പാട്ട് ബാക്ക്ഗ്രൗണ്ട് പാട്.
മയക്ക് വേണ്ട, പാടിക്കോ, കുഞ്ഞു പാടിക്കോ, ഉറക്കെ പാടിക്കോ, കേൾക്കാം. ആ അത്ത പാത്തിയ പാടിക്കോ. എല്ലാം എന്നെ തന്നെ. അപ്പോൾ അതെ നമ്മൾ ബ്രെഡ് എടുക്കുകയാണ് ഗൈസ്. നമ്മൾ ബ്രെഡും കൂട്ടിയാണ് ഇന്ന് നമ്മുടെ കക്ക ഫ്രൈ അടിക്കാൻ പോകുന്നത്. സമയം 4-5 മണിയായി. കട്ടൻ എടുക്കാൻ പോയിട്ടുണ്ട്. കട്ടനൂടെ വന്നു കഴിഞ്ഞാൽ കട്ടൻ എടുക്കാൻ 3:45 നമ്മളിന്ന് നേരത്തെയാ. എന്താ പറ്റി? വീഡിയോ എടുത്ത നേരത്തെ ആയിപ്പോയി. അത് പാതിരാത്രി ആവുന്നതാണ് ഗൈസ്. ഇന്ന് നമ്മൾ നേരത്തെ പരിപാടി തീർത്തു. ആഹാ വേറെ സ്കൂളിലൊന്നും വരത്തില്ലേ? അത് അവിടെ നിന്നിട്ട് പാട്. മോള് പാട് പാട്. എന്നാ തന്നെ തന്നെ പാട്. കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറച്ചെടുപ്പാണ് പാടത്ത് കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഉപ്പ് പ്രഷറുള്ള ആൾക്കാരുണ്ട്, അവർ മരിച്ചു വീഴും. കട്ടനും കൊണ്ട് കൂട്ടാൻ വരുന്നുണ്ട്. ആരും കാണുന്നില്ല. കട്ടൻ വന്ന് കട്ടൻ കട്ടനില്ല. നല്ല കട്ടൻ, ചുക്കിട്ട കട്ടൻ. അപ്പോൾ കഴിച്ചു നോക്കിയോ, കഴിച്ചു. അപ്പം ഗൈസ് നമുക്ക് ഇത് കഴിച്ചു നോക്കാം, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. കഴിക്കാമല്ലോ. കട്ടൻ അടിപൊളിയായി. നല്ല ഒരു കഷ്ണം ഒരു കഷ്ണം ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ഒരു കഷ്ണം ബ്രെഡ് എടുത്ത് ഗൈസ് ബ്രെഡ് എടുത്ത് ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് അല്ലെങ്കിലും കക്ക ഒരു വലിയ സാധനമാണ്. കക്ക ഒരു പ്രസ്ഥാനമാണ് ഗൈസ്, പ്രസ്ഥാനം. കൊള്ളാം കൊള്ളാം. എങ്ങനെയുണ്ട് മോനെ? സൂപ്പർ സൂപ്പർ. അടിപൊളി സാധനം. കാപ്പി കട്ടനോട് ആയപ്പോഴത്തേന് അതിൻ്റെ ഒരു ലെവലായി. അത് നല്ല ചുക്കിട്ട്. അതാ അല്ലെങ്കിൽ 3 മണിക്ക് 4 മണിക്ക് ഇത് കഴിക്കാൻ ബെസ്റ്റ്. നമുക്ക് നമ്മളെ ബ്രെഡും സ്റ്റൂവും കൊടുക്കുന്ന പോലെ ബ്രെഡും ബ്രെഡ് ആവി കയറ്റിയിട്ട് കക്കയും കൊടുത്താലും കാണിക്കാം. അപ്പം ബ്രെഡ് സ്റ്റൂവും പോലെ തന്നെ അടിപൊളി സാധനമാണ് ബ്രെഡും കക്കയും. ഞങ്ങൾ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. ഇത് മൊത്തം കഴിച്ചിനി തീർക്കണം. കഴി. അപ്പോൾ നല്ല എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കക്ക ഫ്രൈ. അപ്പം കക്ക ഫ്രൈ വെച്ചുണ്ടാക്കി കഴിക്കാത്തവർ ഉണ്ടാക്കി കഴിച്ചു നോക്കുക, എന്നിട്ട് കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. കഴിച്ചു. നാണം വരുന്നു. എങ്ങനെയുണ്ട് മോനെ? സൂപ്പർ. ആത്മാർത്ഥമാണ്, ആത്മാർത്ഥം. എരിവില്ലല്ലോ മോനെ. കക്ക